ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് ജോൺ ആണ്. ജോൺ, ഡോക്ടർ ചോദിച്ചോളൂ. ഓക്കേ. ഹലോ. ഹലോ ജോൺ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ചോദിച്ചോളൂ. ഞാൻ ഈ മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഈ സപ്ലിമെന്റ്സ് വൈറ്റമിൻ സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് കോയിൻസ് കിട്ടുന്ന സപ്ലിമെന്റ് ഉണ്ട്. അതെ. അത് യൂസ് ചെയ്യുന്ന ഈ മൊബിലിറ്റിക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ സാറിന് അഭിപ്രായം? അതെ അതെ ഈ കോയിൻസിൻ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് സ്പേമിൻ്റെ ബീജത്തിൻ്റെ മോട്ടിലിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. ആ തരം കോയിൻസ് നോർമലി ഇതെല്ലാം നമ്മൾ വൈറ്റമിൻസ് പോലുള്ള സംഭവങ്ങൾ, അതിന് ഒരു സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല. എത്ര കാലം കഴിച്ചാലും പ്രത്യേകിച്ച് സൈഡ് ഇഫക്ട്സ് ഒന്നും ഉള്ള സംഭവമല്ല. നമ്മൾ ഈ വൈറ്റമിൻസ് പോലെയേ ഉള്ളൂ. ഈ കോയിൻസിൻ എന്തോ തീർച്ചയായും ഒട്ടനവധി പേരിൽ നമ്മൾ കോയിൻസിൻ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ ഈ ചലനശേഷി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ചലനശേഷി ഇതെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ സ്പേമിന്റെ കേൾക്കാമോ? ജോണിന് കേൾക്കുന്നുണ്ടല്ലോ. ഈ സ്പേമിന്റെ മോട്ടിലിറ്റി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന പല 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 ഘടകങ്ങളുണ്ട് ചികിത്സയിൽ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വൈറ്റമിൻ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്ന് ഈ കോയിൻസിൻ ക്യൂ, അതുപോലെ എൽ കാർണിറ്റിൻ എന്ന് പറയുന്നത്, അതുപോലെ നമ്മളെ സിങ്ക്, സെലിനിയം മുതലായ വൈറ്റമിൻസ്, ട്രേസ് എലമെന്റ്സ് എന്ന് പറയും. ഇതൊക്കെ തന്നെ നമുക്ക് ഇതിന്റെ മോട്ടിലിറ്റി കൂട്ടാൻ ഉപയോഗിക്കുന്നത്. അത് സാധാരണ ഒരു 3 മന്ത്സ് കൂടുതലെങ്കിലും കഴിച്ചാലേ നമുക്ക് അതിന്റെ ഇഫക്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ ജോ, താങ്ക് യു. താങ്ക് യു ഫോർ കോളിംഗ്. ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെബൻ കൊടുക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് നമ്മൾ ഏറ്റവും കുറഞ്ഞത് 2 ദിവസമെങ്കിലും, 2 ദിവസത്തിൽ കുറവാണ്. ഇപ്പോൾ ഒരു ദിവസത്തിനകത്താണ് നോക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഒരു ദിവസത്തിനകത്താണ് സെബൻ നോക്കുന്നതെങ്കിൽ കൗണ്ട് തീരെ കുറവായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഒരു സ്പേം കൗണ്ട് ആയിരിക്കത്തില്ല. വോളിയം കുറവായിരിക്കും, സെമൻ്റെ വോളിയം. അപ്പം ഒരു 2 ദിവസം തൊട്ട് ഒരു 7 ദിവസം ആ പീരീഡ് ആയിരിക്കും നമ്മൾ ഐഡിയലി പറയുന്നത്. ഒരു 3 ദിവസമെങ്കിലും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാതെ ഇരുന്നതിന് ശേഷം വേണം പോയി സെമൻ കൊടുക്കാനെന്നാണ് സാധാരണ പറയുന്നത്. കാരണം 7 ദിവസത്തിൽ കൂടുതലായി കഴിഞ്ഞുള്ള പ്രശ്നം, സെമൻ സ്റ്റോർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അതിനകത്തുള്ള മോട്ടിലിറ്റിയൊക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ 2 തൊട്ട് 7 ദിവസം, ഐഡിയലി പറയുകയാണെങ്കിൽ 3 ദിവസം, 2 തൊട്ട് 3 ദിവസമെങ്കിലും ലൈംഗികമായി ബന്ധപ്പെടാതിരുന്നതിന് ശേഷം വേണം സെമൻ കൊടുക്കാനായിട്ട്. അത് ഒന്നാമത്തെ കാര്യം. 2, സെമൻ എടുക്കുന്നത് അതിപ്പോൾ വീട്ടിൽ വെച്ച് എടുക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലാബിലാണെങ്കിൽ ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. ആ ലാബിൽ നിന്ന് കൊടുക്കുന്ന കണ്ടെയ്നർ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കുപ്പി എടുത്ത് അത് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എന്തെങ്കിലും കെമിക്കൽസ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സ്പേം എല്ലാം ഡെഡായി പോകും. അപ്പോൾ ഈ സ്പേം ഭയങ്കര സെൻസിറ്റീവാണ്. എന്ത് ടോക്സിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, നമ്മൾ പുറത്തുമായിട്ട് എക്സ്പോസ്ഡ് ആയി തന്നെ കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ആ സ്പേം ഡെഡ് ആവാം, നശിച്ചു പോവാം, അല്ലെങ്കിൽ തന്നെ എൻ്റെ ചലനശേഷി എല്ലാം കുറയും. അതുകൊണ്ട് സ്റ്റെറൈൽ കണ്ടെയ്നർ, ലാബിൽ നിന്ന് കൊടുക്കുന്ന കണ്ടെയ്നറിനകത്ത് തന്നെ ഈ സെമൻ കളക്ട് ചെയ്യാം. ഇത്ര സമയത്തിനുള്ളിൽ കൊടുക്കണം. എക്സാക്ട്ലി, അതാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂറിനകത്ത് എത്തിക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. കാരണം കൂടുതൽ സമയം അത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ ലിക്വിഫൈ ചെയ്ത് പോകും. ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സ്പേമും നശിച്ചു പോകും, മോട്ടിലിറ്റി ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് താമസിക്കും തോറും. പിന്നെ ടെമ്പറേച്ചർ നമ്മൾ എടുക്കുന്നത് കഴിവത് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവത് നമ്മൾ പറഞ്ഞാൽ ബോഡിയോട് ചേർത്ത് വെച്ച് തന്നെ. കാരണം ബോഡി ടെമ്പറേച്ചറിൽ തന്നെ അത് ഇരിക്കണം. കൂടിയ ടെമ്പറേച്ചറിലോട്ട് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ സ്പേം നശിച്ചു പോകും, മോട്ടിലിറ്റി ഒക്കെ കുറയും. അപ്പം അങ്ങനെ ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ കൗണ്ട്, മോട്ടിലിറ്റി എല്ലാം കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സാധാരണ നമ്മൾ സെമൻ ഇപ്പം എടുക്കുന്നത് കഴിവതും മാസ്റ്റർബേഷനിൽ കൂടെ ആയിരിക്കും സെമൻ കളക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പെനിസ് ലിംഗം വൃത്തിയാക്കുന്ന ഒരിക്കലും സോപ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ ബീറ്റാഡിൻ അല്ലെങ്കിൽ ഐഡിൻ അങ്ങനെയുള്ള സൊല്യൂഷനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അതൊക്കെ തന്നെ ഈ സ്പേമിനെ നശിപ്പിച്ച് കളയും. അപ്പം വാട്ടറിൽ മാത്രം കഴുകി അല്ലെങ്കിൽ നമ്മൾ ഈ പേപ്പറിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ സെമൻ എടുക്കാവൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇപ്പം പല രീതിയിൽ തന്നെ സെമൻ കളക്ട് ചെയ്യുന്നുണ്ട്. പറ്റുന്നുള്ളവർക്ക് നമുക്കാണെങ്കിൽ വീട്ടിൽ വെച്ച് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻ്റർകോഴ്സ് സമയത്ത് തന്നെ കോണ്ടോ ഉപയോഗിച്ചിട്ട് കോണ്ടത്തിൽ കളക്ട് ചെയ്തുകൊണ്ടിരും. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കോണ്ടോ ആയിട്ടൊക്കെ ഈ സ്പേം കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് നേരിട്ട് മാസ്റ്റർബേഷൻ വഴി നേരിട്ട് കണ്ടെയ്നറിൽ തന്നെ എടുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല സാമ്പിൾ എന്ന് പറയാവുന്നത്. അങ്ങനെ തന്നെ എടുത്ത് കൊടുക്കാം. അപ്പം എടുത്ത് കൊടുത്ത് ഹാഫ് ആൻ അവറിൽ എടുത്തിട്ട് വീട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഹാഫ് ആൻ അവറിന് അരമണിക്കൂറിനകത്ത് തന്നെ ലാബിൽ എത്തിക്കുക, ഈ കണ്ടെയ്നറിൽ തന്നെ എടുക്കാം. ഇതൊക്കെയാണ് കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ലാബിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒത്തിരി കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കുന്നത്. സെമൻ ലാബിൽ ആദ്യം എത്തുമ്പോൾ തന്നെ അവർ നോക്കുന്നത് ഒന്നതിൻ്റെ വോളിയം. ഇപ്പോൾ ഒരു സാധാരണ പുരുഷന് ഒരു സെമൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഒരു 1.5 ml എങ്കിലും കൂടുതൽ ഉണ്ടായിരിക്കണം എന്നാണ്. ഇപ്പോൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ നമ്മൾ സെമൻ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഒരു സെമൻ ക്വാളിറ്റി ഇങ്ങനെ ആയിരിക്കണം, സെമൻ്റെ വോളിയം ഇങ്ങനെ ആയിരിക്കണം, അതിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ ആയിരിക്കണം, PS എന്ന് പറഞ്ഞൊരു WHO ക്രൈറ്റീരിയ ഉണ്ട്. വേൾഡ് വൈഡ് ഉള്ള സ്റ്റഡി നടത്തിയിട്ട് അവരൊരു ഇത്രയെങ്കിലും മിനിമം വേണം ഒരു പുരുഷന്, അതായത് ഫെർട്ടൈൽ പുരുഷൻ എന്ന് പറയണമെങ്കിൽ, അതായത് അവന് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത സാധാരണയാണെന്ന് പറയണമെങ്കിൽ അവൻ്റെ സെമൻ്റെ വോളിയം ഓരോന്നും ഇങ്ങനെ ആയിരിക്കണം എന്നുണ്ട്. അതിൽ വോളിയം ഒരു 1.5 ml കൂടുതൽ ഉണ്ടായിരിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 1.5 ml കുറവാണെങ്കിൽ നമ്മൾ ഒളിഗോസ്പേമിയ എന്ന് പറയും, അളവ് കുറവുള്ള അവസ്ഥയ്ക്ക് ഒളിഗോസ്പേമിയ എന്ന് പറയും. അപ്പോൾ ആ അളവ് കുറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, അപ്പം ഈ സെമൻ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള അറിഞ്ഞാലേ നമ്മൾ ഈ വോളിയം കുറയാനുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സെമൻ ഉണ്ടാകുന്നത് മുമ്പ് നമ്മൾ വന്ധ്യത സംസാര സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സ്പേം ടെസ്റ്റിസിൽ വൃഷ്ണങ്ങളിൽ ഉണ്ടായിട്ട് ഈ സ്പേമ അവിടെ നിന്ന് നമ്മൾ ബീജവാഹിനി കൊഴല് വഴി മൂത്രനാളിയിൽ എത്തുന്നതിന് മുമ്പ് സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു അവയവമുണ്ട് ഉള്ളിൽ, അതിൽ നിന്നുള്ള സെക്രീഷൻ, ഈ സെമിനൽ വെസിക്കിളിനകത്തുനിന്ന് വരുന്ന സ്രവം, ആ സ്രവവും അതുപോലെ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഗ്രന്ഥി, ഇതിലുള്ള സ്രവവും കൂടെ കൂടിക്കലർന്ന് ഒരുമിച്ചാണ് ഈ മൂത്രനാളിക്കകത്ത് സെമനായിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്പേമും സെമിനൽ വെസിക്കിളിനകത്തുള്ള സെക്രീഷനും പ്രോസ്റ്റേറ്റിന്റെ സെക്രീഷനും, പിന്നെ അതുപോലെ തന്നെ മൂത്രനാളിക്കകത്ത് ഗ്ലാൻസ് ഉണ്ട്, യൂറിത്രൽ ഗ്ലാൻസ് എന്ന് പറയും. ഇതിന്റെ എല്ലാം കൂടെ സ്രവമാണ് ഒരുമിച്ച് വന്ന് നമ്മൾ ഈ സെമനായിട്ട് പുറത്ത് കാണുന്നത്. അപ്പം ഇതിലെവിടെയെങ്കിലും ഇപ്പം നമ്മൾ കുറവാണ്, 1.5 ml കുറവേ ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ എവിടെയോ തടസ്സം കാരണം ഇതിന്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ ഇജാക്കുലേറ്ററി ഡക്ട് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും, ഡക്ട് ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ സെമിനൽ വെസിക്കിളിന് ഇല്ലാത്ത അവസ്ഥ, ചിലപ്പോൾ ആ സെമിനൽ വെസിക്കിളിൽ തന്നെയുള്ള തടസ്സം അല്ലെങ്കിൽ സെമിനൽ വെസിക്കിൾ ജന്മന തന്നെ ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ സ്പേമിന്റെ അളവ് വളരെ കുറവായിരിക്കും, 0.5 ml അതിൻ്റെയും താഴെയായിരിക്കും, അത്രേ കാണുള്ളൂ. അപ്പം നമുക്കത് ഏകദേശം, അതുകൊണ്ട് ഈ സെമൻ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം പ്രശ്നങ്ങൾ എന്തൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ വോളിയം കുറവാണെങ്കിൽ എൻ്റെ അർത്ഥം ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ സെമിനൽ വെസിക്കിൾ ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് അല്ലെങ്കിൽ ഇജാക്കുലേറ്ററി ഡക്റ്റിന്റെ ബ്ലോക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇജാക്കുലേറ്റ് ചെയ്ത് വരുന്നത്, അതായത് സ്കലനം കഴിഞ്ഞ് മുഴുവൻ വോളിയം പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ചില കണ്ടീഷൻ നമ്മൾ പാർഷ്യൽ ഇജാക്കുലേഷൻ എന്ന് പറയും, ഇല്ലെങ്കിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ. ചില സമയത്ത് ഇജാക്കുലേഷനെ കാണത്തില്ല, അങ്ങനെയുള്ള സമയത്ത് കളക്ട് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ സെമൻ കാണത്തില്ല, സെമനെ കാണത്തില്ല, നമ്മൾ എസ്പേമിയ എന്ന് പറയും, അതായത് സെമൻ ഇല്ലാത്ത അവസ്ഥ. അതിന് ചില കണ്ടീഷനാണ് ഈ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ, അതായത് ഇജാക്കുലേഷൻ മുന്നോട്ട് നടക്കുന്നതിന് പുറകോട്ടങ്ങ് പോകുമ്പോൾ മുന്നോട്ടൊന്നും വരത്തില്ല, അതാണ് കോമൺ കോസ്. പിന്നെ അൺഇജാക്കുലേഷൻ എന്ന് പറയും, ഇജാക്കുലേഷൻ നടക്കാത്ത അവസ്ഥ, ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സെമൻ പുറത്തു വരത്തില്ല, അതാണ് എസ്പേമിയ എന്ന് പറയുന്നത്.